ശരിക്കും പറയാൻ ഒരു ക്ലൈൻ്റ് ആയിട്ട് വന്ന ആള് നാളെ നമ്മളെ പാർട്ണർ ആവാനുള്ള രീതിയിൽ വരെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 1 വർഷം മുമ്പാണ് എൻ്റെ അടുത്തൊരു ക്ലൈൻറ്റ് വരുന്നത്. നിലമ്പൂരുള്ള ബിജു എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളൊരു PWD കോൺട്രാക്ടർ ഒക്കെയാണ്. അപ്പോൾ മൂപ്പരെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഒരു 6 വർഷം മുമ്പാണ് മൂപ്പര് ഒരു പ്ലൈവുഡ് കൊണ്ട് ഒരു കബോർഡ് ചെയ്തത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ചെതല് പിടിച്ച് നാശമായിട്ട് അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്ലെക്സി ഫോൾഡിൻ്റെ ഇതുപോലുള്ള ഷട്ടേഴ്സ് എടുത്ത് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ വെറും ഈ ഷട്ടേഴ്സ് മാത്രം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, അത് മറ്റുള്ള ഫാബ്രിക്കേറ്റേഴ്സിനെ ഏൽപ്പിക്കുക എന്നൊക്കെ ഉള്ളത് തരും. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പുള്ളിക്ക് എന്താവണില്ല, പറ്റണില്ല. കാരണം നിങ്ങൾ പറഞ്ഞു എനിക്ക് നിങ്ങൾ വർക്കും അതിൻ്റെ അല്ലെ ആ പ്രൊഡക്റ്റ് എനിക്ക് ഓക്കെയാണ്, പക്ഷെ എനിക്ക് വർക്ക്മാൻഷിപ്പിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കൺസേൺ ഉണ്ട്. കാരണം അത് നിങ്ങൾ തന്നെ ചെയ്തു തരണം എന്നാണ്. അതിൻ്റെ ഒരു ട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് ഒരു പീസ് വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു മെറ്റീരിയൽ ഓക്കെയാണ്, കാരണം ഞാനത് 2 ആഴ്ച വെള്ളത്തിൽ വരെ ഇട്ട് വെച്ച് നോക്കി. അപ്പം ഞാൻ വെറുതെ പറഞ്ഞു നിങ്ങൾക്ക് ഏതായാലും 2 ആഴ്ച നിങ്ങൾ വെള്ളത്തിൽ ഇട്ടല്ലേ, ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ട് നോക്കുക പറഞ്ഞു. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം മൂപ്പര് എന്ത് ചെയ്തു, എൻ്റെ അടുത്തേക്ക് നേരിട്ട് വന്നു. എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടുത്തെ ആ ഒരു വർക്ക് നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ വർക്ക് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ എൻ്റെ ആ ഒരു വർക്ക് കഴിഞ്ഞ ശേഷം എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് കൂടിയാണ് മൂപ്പര്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ശരിക്കും ഇത് റിയലായിട്ട് കണ്ട് അല്ലെങ്കിൽ തൊട്ട് എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ ആളുകൾക്കും അതിൻ്റെ ഒരു പ്രീമിയം ഫീലും അതിൻ്റെ ഒരു ക്വാളിറ്റിയും മനസ്സിലാവും.